പെൺമനസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, എൻ്റെ പേര് റിയ. വീട് പാലായിലാണ്. ഞാനൊരു ടീച്ചറാണ്. പാലായിലുള്ള ബ്രിട്ടീഷ് കിൻഡർ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഞാനൊരു ഓഫ് റോഡ് റൈഡറും കൂടെയാണ്. ഡ്രൈവിംഗ് പാഷനാണ്. ഓഫ് റോഡിംഗ് നിത്യജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് പാല കവിക്കുന്ന് സ്വദേശി റിയയ്ക്ക്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓഫ് റോഡുകളിലൂടെ റിയ എന്ന പെൺകുട്ടി സമ്മർദ്ദം ഒട്ടുമില്ലാതെ വാഹനമോടിച്ച് കയറുന്നത് ആരിലും രോമാഞ്ചമുണ്ടാക്കും. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഡ്രൈവിങ്ങിനോട് കമ്പമുണ്ടായിരുന്ന റിയയ്ക്ക് എല്ലാ പിന്തുണകളും നൽകി ഇവിടെ വരെ എത്തിച്ചത് പിതാവ് ബിനോ ചീരാങ്കുഴിയാണ്. പെൺകുട്ടികൾക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ ലക്ഷ്മണരേഖകൾ വരയ്ക്കുന്നവർ, ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ മടിക്കുന്നവർ അറിയേണ്ടതാണ് റിയയെ. റിയയുടെ ഓഫ് റോഡിംഗ് വിജയഗാഥയാണ് ഇന്നത്തെ പെൺമനസ്സിൽ. റിയ, നമസ്കാരം. പെൺമനസ്സിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയത്? എപ്പോഴാണ് ഡ്രൈവിംഗ്? ചെറുപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഈ ഓഫ് റോഡിലേക്ക് വന്നത് പപ്പയും പപ്പയുടെ ബ്രദറൊക്കെ നേരത്തെ തൊട്ട് ഓഫ് റോഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അവരെ കണ്ട് ഒരു ഇൻസ്പയർ ആയാണ് ഇതിലേക്ക് വന്നത്. പിന്നെ 18 വയസ്സായപ്പോൾ ലൈസൻസ് എടുത്തു, ഓഫ് റോഡ് ട്രാക്കിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇവന്റ് ഓടിച്ച് പ്രാക്ടീസ് ആയി. ഈ ഓഫ് റോഡ് ഡ്രൈവിംഗ് പ്രത്യേകിച്ചും കൂടുതൽ ഒരു എക്സ്ട്രാ പ്രാക്ടീസ് ഒക്കെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ എവിടെ വെച്ചാണ് പ്രാക്ടീസ് ചെയ്തിരുന്നൊക്കെ? എവിടെ വെച്ചാണ്? ഞാൻ അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഈ ട്രാക്കിൽ ഇറങ്ങിയുള്ള പരിചയം എനിക്കുള്ളൂ. അങ്ങനെ ഒരു എക്സ്പേർട്ട് ആയതാണ്. അപ്പൊ നമുക്കറിയാം, ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇത് റിസ്ക് ആണ്, ഇതിലേക്കൊന്നും പോകണ്ട, അങ്ങനെയൊക്കെയുള്ള കമന്റ്സ് ആദ്യ കാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല, എനിക്ക് അങ്ങനത്തെ കമന്റ്സും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും ഫേസ് ചെയ്തിന് വന്നിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് അധികം പെൺകുട്ടികൾ വരാത്തതിന്റെ കാരണം എന്തായിരിക്കും? നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ അത് എണ്ണത്തിൽ കുറവാണല്ലോ. അതെ, പക്ഷെ ഇപ്പം കുറെ ഗേൾസ് മുമ്പോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇവന്റ് ആയാലും കുറെ പേരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പേടിച്ച് ഇരിക്കുന്നവരും ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ലൈസൻസ് എടുത്തവരുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ കുഴിയൊക്കെ കാണുമ്പോൾ പേടിയാ, അങ്ങനെ പറഞ്ഞിരിക്കുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് കുഴിയാണെങ്കിൽ എന്താണെങ്കിലും ഓടിച്ചാണ് നമ്മൾ അതില് എക്സ്പീരിയൻസ് ആവുകയുള്ളൂ. അപ്പൊ ഓടിച്ച് തന്നെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതെ, അതാണ് അതിനുള്ള കാര്യം. റിയ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാ? ആ സിനിമയിലേക്ക് അവസരം എങ്ങനെയാ കിട്ടിയത്? ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവര് പപ്പനെ അറിയാഞ്ഞിട്ട് പപ്പനെ വിളിച്ച് ആ വഴി അങ്ങനെ കോണ്ടാക്ട് ആയി. ആ ഒരു തീമിലുള്ള സിനിമയായിരുന്നു തോന്നുന്നല്ലേ? ഓഫ് റോഡ് ആയിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ഒരു മൂവി ആയിരുന്നത്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ ഇങ്ങനത്തെ കേസിലൊക്കെ ഡ്യൂപ്പിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. റിയയ്ക്ക് ആയതുകൊണ്ട് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. എല്ലാം ഒറിജിനൽ ആയിട്ടാണ് ഓടിച്ചത്. എവിടെയായിരുന്നു ലൊക്കേഷൻ ഒക്കെ? എവിടെയായിരുന്നു? അത് കട്ടപ്പനയായിരുന്നു മെയിൻ ആയിട്ട് ലൊക്കേറ്റ്. എത്ര ദിവസം ഉണ്ടായിരുന്നു അതിന്റെ ഷൂട്ടൊക്കെ? എനിക്ക് എന്തോ 1-2 വീക്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇവര് 2-3 മാസമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല സപ്പോർട്ടാന്ന് പറഞ്ഞു ഫാമിലിയുടെ കാര്യത്തിലൊക്കെ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ പപ്പ, അമ്മ, ഗ്രാൻഡ് ഫാദർ ഉണ്ട്, പിന്നെ 2 അനിയത്തി, ഒരു ബ്രദറും ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നത്? ഒരാള് 9th, ഒരാള് 10th, ഒരാള് +2 പഠിക്കുന്നു. അവർക്കൊക്കെ ഇതിലൊരു താല്പര്യം ഉണ്ടോ? കാണിച്ചു തുടങ്ങിയോ? അവൻ ഓടിക്കും. ഇതിലേക്കൂടെ തന്നെ ഇട്ട് റോഡിൽ ഇറക്കില്ല, ഈ ഏരിയ കൂടെ ഇട്ട് അവന് വണ്ടി അനക്കും പിടിക്കും. അവനെല്ലാം തന്നെ ഓടിക്കും. അത്യാവശ്യം പ്രാക്ടീസ് ഒക്കെ ചെയ്യാനുള്ള ഏരിയ ഇവിടെ വീടിനോട് ചേർന്ന് ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഈ സറൗണ്ടിങ് തന്നെ. ഇത് പിന്നെ പപ്പയുടെ ബ്രദറിന്റെ വീടാ. അപ്പൊ അതിലെ പോയി തിരിച്ച് വീട്ടിലോട്ട് വരും. അങ്ങനെയൊക്കെ ഓടി. ഇതാണ് എന്റെ പപ്പയാണ് ഓഫ് റോഡിലേക്ക് എന്നെ കൊണ്ടുവന്നത്. എല്ലാം പഠിപ്പിച്ചത് തന്നെ പപ്പയാണ്. പിന്നെ ട്രാക്കിൽ ഓടിക്കുമ്പോൾ പപ്പയാണ് കോ ഡ്രൈവറായിട്ട് ഇരിക്കുന്നത്. അവള് നേരത്തെ മുതൽ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള കാരണം ഞാൻ പതുക്കെ മത്സരിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ട് അവൾക്കും താല്പര്യമായി. എന്നാലും അവൾ എൻ്റെ അടുത്ത് മത്സരിക്കാൻ ഇറങ്ങാൻ തുടങ്ങി. കോ ഡ്രൈവറായിട്ട് ഞാനും വരും. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കും. എത്ര വർഷമായിട്ട് ഈ ഓഫ് റോഡ് ഡ്രൈവിംഗ് മേഖലയിലുണ്ട്?
ഒരു 2-3 years ആയിട്ടുണ്ട്. 2019 തൊട്ടുണ്ട് ഞാൻ. ആദ്യമായിട്ട് ഓഫ് റോഡ് ഓടിച്ച വണ്ടി ഏതായിരുന്നു? ഈ ജീപ്പ് തന്നെ. ഈ ജീപ്പ് എല്ലാം ഈ ജീപ്പിൽ അത് തന്നെയാണ്. ശരി, മത്സരങ്ങൾക്കൊക്കെ പോകുന്നത് ഈ ജീപ്പ് തന്നെയാണ് അല്ലേ? ഇതിൽ പോയതില് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും ചില റിസ്കി ആണല്ലോ എന്ന് തോന്നിയ സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ ഏതാ? കോട്ടയത്ത് വെച്ച ആറാണ്ടിക്കാർ ഒരു ഇവന്റ് വെച്ചായിരുന്നു. അപ്പം അത് റിസ്ക് അല്ലായിരുന്നു, പക്ഷെ എനിക്കതായിരുന്നു ട്രാക്ക് ഇഷ്ടപ്പെട്ട. കാരണം പെരുമ്പാവൂരുണ്ടായിരുന്നു, ആ ട്രാക്കും അടിപൊളിയായിരുന്നു. എല്ലാം തന്നെ അടിപൊളി ട്രാക്കാണ്, ഫേവറേറ്റ് ആണ് എല്ലാം. അപ്പോൾ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ? ഈ മത്സരങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ്? നമുക്ക് ലേഡീസിന് ഇതിലേക്ക് ഒരു കാറ്റഗറി ഉണ്ട്, ലേഡീസ് തന്നെ. അപ്പൊ അതില് എൻട്രി എടുത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ചെയ്യണം. പിന്നെ ലേഡീസിൽ മാത്രമല്ല, എക്സ്പേർട്ട്, ഡീസൽ, അങ്ങനെ പല പല കാറ്റഗറി ഉണ്ട് ഇതിനകത്ത്. അതിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ മെയിനായിട്ട് ലേഡീസ്, പിന്നെ ചില സന്ദർഭങ്ങളിൽ എക്സ്പേർട്ട്, അങ്ങനെയൊക്കെയാ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ നാട്ടിലുള്ള കുറച്ച് മോശമായ റോഡുകളിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിക്കൊക്കെ ഡാമേജ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഓഫ് റോഡ് ആകുമ്പോൾ നമുക്കത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ, അത് കുറച്ചുകൂടെ റിസ്ക്കിയാണ്, കുറച്ചും കൂടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? വണ്ടി ഇടിക്കും, മറിയും, തട്ടും, മുട്ടും, അങ്ങനെയൊക്കെ വണ്ടിക്ക് കേടുപാടുകളൊക്കെ സംഭവിക്കും. പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത്. അതെ, പക്ഷെ നമ്മള് വണ്ടി മറിഞ്ഞാലും നമ്മൾ അതിന്റെ ഉള്ളിൽ നമ്മൾ സേഫാ. നമുക്ക് സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്, പിന്നെ അതിന്റെ അകത്ത് റോൾ കേജ് ഉണ്ട്. അപ്പൊ നമ്മുടെ അകത്തേക്കൊന്നും സംഭവിക്കില്ല. വണ്ടിക്ക് പുറത്ത് പറ്റുന്ന കേടുപാടുകളൊക്കെ ഉള്ളൂ. നമുക്ക് ഈ പറയുന്നൊക്കെയാണല്ലോ നമ്മൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്ട്രാ സെക്യൂരിറ്റീസ് എന്നൊക്കെ പറയുന്നത്, സേഫ്റ്റി മെഷേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള റോഡിൽ ഓടിക്കുന്ന വാഹനങ്ങളെക്കാൾ എന്തെങ്കിലുമൊക്കെ ഒരു മോഡിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ? ഇതിപ്പോ നോർമലായിട്ട് തന്നെ ഓടിക്കുന്നതാണ്. പപ്പ ആവശ്യത്തിന് കൊണ്ടുപോകുന്നതാണ്, പപ്പയുടെ ഡീസൽ കൊടുക്കാനൊക്കെ ആയിട്ട്. ഞങ്ങള് ഇവന്റിൽ ഇറങ്ങുമ്പോൾ ടയർ മാത്രം ചേഞ്ച് ചെയ്യും. ഓക്കെ, അത് മാത്രമാണ് ഞങ്ങൾ നടത്തുന്നത്. പിന്നെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി ഉണ്ട്, അപ്പൊ അതിനനുസരിച്ച് അതിന് പവർ കിട്ടും, ഓടിക്കാൻ സ്പീഡ് കൂടും, അങ്ങനെ ഓരോരോ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള വാഹനങ്ങൾ ഈ ഒരു പർപ്പസിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ? സാധാ റോഡിലേക്ക് അത് ഇല്ല പറ്റത്തില്ലല്ലോ. മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാണെങ്കിൽ തന്നെ ട്രക്കിലൊക്കെയാണ് വന്ന് ഇറക്കുന്നത്. ട്രക്കിലൊക്കെ കൊണ്ടുവന്ന് നമ്മളെ സ്ഥലത്ത് ഇറക്കിയിട്ട് ലോറിയിലൊക്കെ കൊണ്ട് ഇറക്കും. എന്നിട്ട് അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, തിരിച്ച് ലോറിയിൽ പോകുന്നു, അങ്ങനെ. ഓ, അത് ശരി. ഓക്കെ, അപ്പോൾ ഈ പോകാൻ ആഗ്രഹം ഉണ്ടെന്നുള്ള കുറെ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, ഇന്ന അടുത്ത് പോകണം, റൈഡിന് പോകണം, അങ്ങനെയൊക്കെ സ്ഥലങ്ങളില്ലേ? ഏതൊക്കെയാണ്? ഞാനിപ്പോ കേരളത്തിന്റെ അകത്താണ് ഇവന്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കണേ. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് കേരളത്തിന്റെ വെളിയിലേക്ക് പോയി മത്സരിക്കണം എന്നൊക്കെ ഉണ്ട്. ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തതിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയൊരു മത്സരം ഏതായിരുന്നു? എവിടെ വെച്ചുള്ളതായിരുന്നു? ഞാൻ എന്ത് മത്സരത്തിൽ ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വഴിയുടേതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഇറങ്ങുന്നു, കിട്ടിയാ കിട്ടി എന്നൊരു മൈൻഡാണ്. നമ്മൾ ഇറങ്ങുന്നു, ഓടിക്കുന്നതിന്റെ ഒരു സ്പിരിറ്റ് ആണ് അതിനകത്ത് മെയിൻ കാര്യം. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ആ റോട്ടിൽ കൂടെ ഓടിക്കണം, അത്രയൊക്കെ എനിക്കുള്ളൂ. അങ്ങനെ കോമ്പറ്റേറ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഇല്ല അല്ല, ഭാവിയിൽ ഇങ്ങനെയൊക്കെ വേണ്ടി വരുമല്ലോ. ഏത് കാലാവസ്ഥയിലാണ് നമുക്ക് ഈ റൈഡിങ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇതിലിപ്പോ മഴയൊന്നും വെയിലൊന്നും ഇല്ല. വെയിലാണെങ്കിൽ കുറെ ചൂട് നമ്മൾ കൊള്ളേണ്ടി വരും, മഴയാണെങ്കിൽ കുറെ മഴ നമ്മൾ നനയേണ്ടി വരും. ആ ഒരു ഫീലാണ്. ഏത് കാലാവസ്ഥയിൽ ഇത് ഷൂട്ടാണ്, ഓഫ് റോഡ് മത്സരം നടക്കും, അങ്ങനെയൊക്കെ. അപ്പൊ റിയക്ക് ഏത് കാലാവസ്ഥ ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് കൂടുതൽ ഇഷ്ടം മഴയില്ലാത്തതാണ്. മഴയില്ലാത്ത ഇഷ്ടം? ചൂടത്ത് ഓടിക്കുന്ന ഇഷ്ടം? മഴയാണെങ്കിൽ മുഴുവൻ ചെളി, എന്നാലും കുഴപ്പമില്ല, എല്ലാം അഡ്ജസ്റ്റ് ആയി പോകും. അപ്പൊ എല്ലാത്തിലും കോ ഡ്രൈവർ ആയിട്ട് പപ്പ വരാറുണ്ടോ? ഒറ്റയ്ക്ക് റൈഡ് ചെയ്തിട്ടില്ല? ഇല്ല, പപ്പ അല്ലെങ്കിൽ പപ്പയുടെ ബ്രദർ, ഇവരാരെങ്കിലും മാറി മാറി ആയിരിക്കും ഇരിക്കുന്നത്. കുടുംബപരമായിട്ട് തന്നെ കിട്ടിയ ഒരു ഉള്ളതാണ്. റൈഡിങ്ങിന് പോകുമ്പോൾ വണ്ടിയുടെ ഒരു സെക്യൂരിറ്റി, സേഫ്റ്റി ഒക്കെ എങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളെല്ലാം ഉറപ്പുവരുത്തിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. നമ്മൾ ട്രാക്ക് ഓടിക്കുമ്പോൾ വെള്ളം പറ്റി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്കിൽ കിടക്കാനേ പറ്റും. പിന്നെ മുമ്പോട്ടോ പുറകോട്ടോ ഒന്നും ഇല്ല.
അപ്പൊ എല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ട്രാക്കിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ഈ ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും സംഭവങ്ങളൊക്കെ വരുന്ന ഒരു മേഖലയാണ്. അതിൽ തന്നെ ഒരു കാറ്റഗറിയാണ് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്നത്. അതിൽ ഈ ഓഫ് റോഡ് റൈഡിങ്ങിനൊക്കെ ഇപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇനി ഫ്യൂച്ചറിലാണെങ്കിലും അത് വർദ്ധിച്ചു വരുമല്ലേ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും ഈ ഓഫ് റോഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവർക്ക് അവരുടെ റിസോർട്ട് ആണെങ്കിലും അവിടെ തന്നെ ഇത് അതിപ്പം കൊറേ സ്ഥലത്തുണ്ട്. അതിന് കുറെ പ്രോത്സാഹനവും കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ് അത്. ഇപ്പൊ ടീച്ചറാണ്, കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. പിള്ളേരുടെ ഒക്കെ ഒരു പ്രതികരണം ഒക്കെ എങ്ങനെയാ? ഇപ്പൊ റീൽസും ഒക്കെ പിള്ളേർ കാണുന്നുണ്ടായിരിക്കുമല്ലോ. പിള്ളേര് വന്ന് പറയും മാമിന്റെ വീഡിയോ കാണാറുണ്ട്, സൂപ്പറാണ് എന്നൊക്കെ പറയും. അമ്മയുടെ ഫോണിൽ ഇങ്ങനെ കണ്ടായിരുന്നു. പിള്ളേരുടെ പേരൻസ് ആണെങ്കിലും തന്നെ അടിപൊളിയാണ്, കണ്ടായിരുന്നു എന്നൊക്കെ വന്ന് പറയാറുണ്ട്. എല്ലാരും തന്നെ നല്ല സപ്പോർട്ടാ. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു, റീൽസിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. അപ്പൊ എങ്ങനെയാ ഈ നാട്ടുകാരുടെ ഒക്കെ ഒരു പ്രതികരണം ഒക്കെ എങ്ങനെ? സ്റ്റാർ ആയിട്ടൊക്കെ അല്ലേ കാണുന്നേ? അതെ, നാട്ടുകാരും തന്നെ എല്ലാരും തന്നെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. എല്ലാരും വന്ന് പറയും നല്ല കാര്യം എന്നൊക്കെ പറയും, അടിപൊളിയാണ്. അപ്പൊ പെൺപിള്ളേർ ഇങ്ങനെ ഇതിലേക്കൊന്നും വരാതെ പേടിച്ചിരിക്കേണ്ടതോ അല്ലെ അവരിങ്ങനെ പറയുമല്ലോ എന്നോർത്ത് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? ഇല്ല, നമ്മളിത് മുമ്പോട്ട് വന്ന് അതിനെ മറികടന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുക. അപ്പൊ ഇത് മുമ്പോട്ട് തന്നെ വരിക, പേടിയില്ലാതെ ചെയ്യുക, ധൈര്യമായിട്ടിരിക്കുക. ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ വണ്ടി ഓടിച്ചു നിർത്തി കുറെ പേരുണ്ട്, ലൈസൻസ് കിട്ടിയിട്ടും വണ്ടി ഓടിക്കാതിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഓടിച്ചാലാണ് പഠിക്കൂ. അറിയില്ലെങ്കിൽ പോലും ഓടിച്ചാൽ അത് മാറുള്ളൂ. അറിയില്ല എന്ന് പറഞ്ഞ് അകത്ത് കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. മിടുമിടുക്കി റിയയുടെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. ബൈ.